യേശുവെ സ്തുതി, യേശുവെ നന്ദി. ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാനായിട്ട് വന്നത്. നിന്റെ പേര് പറയാമേ? എൻ്റെ പേര് റിഞ്ചു. റിഞ്ചു എവിടുന്നാ വരുന്നത്? ലൈക്കാട്. അപ്പം കുഞ്ഞിന്റെ പേരെന്നാ? കുഞ്ഞിന്റെ പേരെന്നാ? ജിസ സേവ്യർ. പറഞ്ഞ പേര് പറഞ്ഞു. ഇവർക്ക് പെട്ടെന്ന് ജനുവരി 8 പെട്ടെന്ന് ഒരു പനി വന്നു. ഞങ്ങൾ അന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണം, ന്യൂമോണിയയുടെ സ്റ്റാർട്ടിങ് ആണെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഫുള്ള് അവർക്ക് നെബുലൈസേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ ഓക്സിജൻ്റെ ലെവല് താന്ന് വരാൻ തുടങ്ങി. നിപ്പി ഒരു 10 മണിയായപ്പോൾ രാത്രി പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞു PIC ഉള്ളിടത്ത് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ബിലീവേഴ്സ് ചർച്ചിൽ ഞങ്ങൾ കൊണ്ടുപോയി. 4 ദിവസം അവൾ ICU കിടന്നു. ആദ്യത്തെ ദിവസം ചെന്നപ്പോഴും 64, അവൾക്ക് സാച്ചുറേഷൻ 64, 63 ഒക്കെ ആയിപ്പോയി. പെട്ടെന്നൊരു പനി വന്നത്. കളിച്ചുകൊണ്ട് വന്ന പുള്ളിക്കാരിയാണ്. എനിക്ക് ഇപ്പോൾ 2.5 മാസമുള്ളൊരു കൊച്ചുണ്ട്. അതിനെ ഇട്ടേച്ചാണ് ഞാൻ ഇവളുടെ കൂട്ടത്തിൽ നിന്നത്. അങ്ങനെ അപ്പൊ ഞാൻ അവിടെ ഡോക്ടറിനോട് ചോദിച്ചു. 63 എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്, മനസ്സിലാകാഞ്ഞിട്ടാന്ന് എനിക്ക് പിടി കിട്ടി. ഒരു മനുഷ്യൻ്റെ നോർമലി ഇങ്ങനത്തെ ഒരു കുഞ്ഞിൻ്റെ ഇതെന്ന് വെച്ചാൽ 98ആണ്. 90ക്ക് താഴെ ഒരിക്കലും നമ്മുടെ എല്ലാവരുടെയും കാര്യം കേട്ടോ. 90 താഴെ നമ്മളാരും ഇവിടെ ഇരിക്കത്തില്ല. കൊച്ചിൻ്റെ 63 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസമില്ലാത്ത അവസ്ഥയിലാണ്. നിങ്ങൾക്ക് പിടികിട്ടില്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. കൊച്ചില്ലാത്ത അവസ്ഥയിലാണ് ഈ പറയണത്. 63 നിൽക്കുമ്പോഴാണ് 98 വേണം മിനിമം. ഇപ്പം കൊച്ചിനെ നോക്കി 98 കാണും, 99 കാണും. നമുക്ക് എനിക്ക് 96, 97 കാണും. 98 എല്ലാവർക്കും വേണം. ആരോഗ്യമുള്ള മനുഷ്യർക്കെല്ലാം 98 വേണം. ഹല്ലേലൂയ. അതിൽ നിന്ന് 63-ലെത്തി. ഭാര്യ എടുത്തുകൊണ്ട് പോയി ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ. അവളെ തൊണ്ടക്കുഴി ഇങ്ങനെ നല്ല രീതിയിൽ അങ്ങ് കുഴിഞ്ഞു പോയപ്പം ആ ഡോക്ടർക്ക് സംശയം തോന്നി. ഡോക്ടർ പറഞ്ഞു നമുക്ക് അവിടെ ICU ഇല്ല, പിള്ളേർ PIC ഉള്ളിടത്ത് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ നിപ്പി കൊണ്ടുപോയി നേരെ ICUയിലോട്ട് കൊണ്ടുപോയി. അപ്പം ഞാൻ അവിടുത്തെ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ ബാഗ് എടുക്കാവോ എന്ന് ചോദിച്ചു. കാരണം വേറെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല, ബാഗ് എടുത്തു. അപ്പോൾ ആ ബാഗിൻ്റെ അകത്താണ് പുണ്യാളസിൻ്റെ ബുക്ക് ഇരിക്കുന്നത്, നൊവേന പുസ്തകം. അത് മുഴുവൻ കീറി പറഞ്ഞതാണെങ്കിൽ പോലും ഞാനത് എവിടെ പോയാലും അത് ചൊല്ലി കീറിയതല്ലേ. നിനക്ക് ദേഷ്യം വരുമ്പോൾ കീറിപ്പാക്കിയോ? അത് ചൊല്ലിയിട്ട് കിട്ടാത്തപ്പോൾ അങ്ങനെയാണോ കീറുന്നത്? അല്ല, അത് കുറേ നാളായതാണ്. അങ്ങനെ അത് ഞാൻ എന്നെ അടുത്ത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, ബാഗ് കയറ്റിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് കുഞ്ഞ് രണ്ടാമത്തെ ആള് അവിടെ കിടക്കും. അപ്പം തുറന്ന സ്ഥലമായതുകൊണ്ട് അവിടെ നിന്നൊരു എക്യോരും പറഞ്ഞു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് കുഞ്ഞിനെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവളെ മാറ്റി നിർത്തിച്ച് ഇവളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ നിന്നു. അങ്ങനെ പുസ്തകം എടുത്ത് ഞാൻ ഇവള് കിടക്കുന്ന തലക്കീഴി വെച്ചു. മറ്റേ മുക്കിയുടെ ട്യൂബായിരുന്നു ഇട്ടത്. ഒരു കാരണവശാലും ആള് സമ്മതിക്കുന്നില്ല, ഭയങ്കര വഴക്കായിരുന്നു. അപ്പൻ്റെ അടുത്തും പോകത്തില്ല, ആരുടെ അടുത്തും പോകത്തില്ല, ഞാൻ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ മൂക്കി ട്യൂബ് വെച്ചു. ബോധം വരുമ്പോൾ പുള്ളിക്കാരി ഭയങ്കര കരച്ചിൽ, മൂക്കിൽ നിന്ന് ട്യൂബ് വലിച്ചൂരു, അങ്ങനെയൊക്കെ ആയിരുന്നു. ആഹാരം കഴിപ്പില്ല, അങ്ങനെയായിരുന്നു. അത് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പുണ്യാളച്ച അങ്ങ് കൈവിടരുത്, എനിക്ക് പുണ്യാളം തന്ന കൊച്ചാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചൊവ്വാഴ്ചയ്ക്ക് ഒരു ഉത്തരം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച അവളുടെ ഓക്സിജൻ്റെ ലെവൽ ആദ്യത്തെ ദിവസം 30 കൊടുത്തുകൊണ്ടിരുന്നത്. അവൾ തന്നെ എടുക്കുന്നില്ല, അതുകൊണ്ട് 30 മാറ്റി ഓക്സിജൻ കൊടുക്കുന്നു. അങ്ങനെ അത് ഒരു ദിവസം 30 തന്നെ ആക്കി. 30 മനസ്സിലായോ? സാധാരണ നിങ്ങൾ മെഡിക്കൽ സെൻ്ററിൽ പോയി 2 വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ 4. 30 എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എനിക്ക് പിടികിട്ടണില്ല. കാരണം ഞാനിങ്ങനെ ഒരു കാര്യത്തിൻ്റെ അകത്തൂടെ പോയ ഒരാളായതുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്സിജൻ 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ട്യൂബേലെ നിൽക്കുന്ന കൊച്ച്, ആ ട്യൂബ് മാറ്റിയോ കൊച്ച് തീരും അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുമ്പോഴേ അച്ഛനത് പറഞ്ഞത്. അതോ ഇല്ല, സാധാരണ നിങ്ങൾ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ ചെന്നാണ് അവർ ചെന്ന് 2 വെക്കുന്നത്, അല്ല 6 വെക്കും. ഇച്ചിരി കൂടെ കൂടുതലാണ് 30 അല്ലേ? പെട്ടെന്ന് പറഞ്ഞു. ഒരു ദിവസം 30 ഫുള്ള് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ 25 ആക്കി. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് 15 ഞാൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, പുണ്യാളച്ച എനിക്ക് കൊച്ചിൻ്റെ ഇത് മാറ്റി തരണം, അവളുടെ ട്യൂബ് ഊരണമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലത്തേക്കോ എനിക്ക് അതിനുള്ള റിസൾട്ട് തരണമെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് റൗണ്ട്സിന് ഡോക്ടർ വന്നു. അപ്പം നോക്കിയപ്പം പുള്ളിക്കാരി 10 10 പറഞ്ഞു നോക്കട്ടെ, തന്നെ എടുക്കുന്നുണ്ടെങ്കിൽ
മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ചൊവ്വാഴ്ച രാവിലെ 6 മണിയായപ്പം അവളുടെ ട്യൂബ് മാറ്റി. യേശുവേ, തന്നെ അവള് ഓക്സിജൻ. പുണ്യാളന്റെ ദിവസം 6 മണി കുർബാന കൊടുക്കുന്ന സമയമാ. ലോകത്തിന്റെ രക്ഷയുടെ സമയമാ. ലോകത്തിന്റെ അനുഗ്രഹത്തിലെ സമയമാ. ലോകത്തിന്റെ സൗഖ്യത്തിന്റെ സമയമാ. ലോകത്തിന്റെ വിടുതലിന്റെ സമയമാ. 6 മണി സമയം. നമ്മൾ ഓർത്തു, ഓരോ ചൊവ്വാഴ്ചകളും 6 മണി, 8 മണി, 10 മണി, 12 മണി, 2 മണി, 5 മണി സമയങ്ങൾ അത്ഭുതകരമായ അഭിഷേകങ്ങൾ നടക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ പുണ്യാളച്ചൻ എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നിട്ട് മാറ്റി ഓക്കെ ആയി വെച്ച് പിന്നെ 2 ദിവസം അവളെ വാർഡിലോട്ട് മാറ്റി. ആൾ ഓക്കെ ആയി. ഫെബ്രുവരി 20 വരെ ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ പോകണമായിരുന്നു. മരുന്ന് അടിക്കുന്നുണ്ടായിരുന്നു, മറ്റേ അസ്താലിനും ബൂറോക്കോട്ടെന്നും പറഞ്ഞിട്ടും. ഫെബ്രുവരി 20 കൊണ്ട് മരുന്നുകൾ ഫുള്ള് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ആൾ ഓക്കെയാണ്. ആള് പിടിക്കുകയാണ്. ഹലോ, പേര് വരും. ഹല്ലേലൂയ. ഒരു അമ്മയുടെ നമ്പരുമായി പറഞ്ഞോണ്ട്, അതുകൊണ്ട് പറഞ്ഞോളാം. സമയം 12 മണിയായെന്നൊക്കെ ഞാൻ കണ്ടു. ഒരു അമ്മയുടെ കൊച്ചിനെ ജീവനോട് കിട്ടിയതിൻ്റെ കഥയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവമക്കളെ, ഒരു പ്രാർത്ഥന പോലും വെറുതെ ആവില്ല. പരിശുദ്ധാത്മാവ് യാതൊരു രോഗം ഇവിടെയും കുഞ്ഞിന് വരാതിരിക്കട്ടെ. ഈശോയുടെ തിരിച്ചോനെ കുഞ്ഞിൻ്റെ സ്ഥിരങ്ങളിലൂടെ, ബ്രെയിനിലൂടെ, ശരീരത്തെ ഓരോ അവയവത്തിലും ഈശോയുടെ തിരിച്ചോനെ പരിശുദ്ധാത്മാ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മോളെ, നിന്റെ കുടുംബം നീ എന്തോരം സഹിച്ചോ, എന്തോരം വേദനിച്ചോ, ഇനിയും നിനക്ക് സഹിക്കാനും വേദനിക്കാനും കർത്താവ് ഇടവരുത്താതിരിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരം നിന്റെ മേൽ, കുടുംബത്തിന് മേൽ. ഹല്ലേലൂയ. വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ